പേടിച്ചു വിറച്ചു നിൽക്കുന്ന ഗൗരിയുടെ കണ്ണുനീർ കണ്ടതും പാറുവിന് ഇനി കാഴ്ചക്കാരിയായി അവിടെ ഇരിക്കാൻ കഴിഞ്ഞില്ല. തൻ്റെ നെഞ്ചിൽ ഉയർന്ന സങ്കടവും ഭയവും ഒക്കെ ഒറ്റ നിമിഷം കൊണ്ട് ദേഷ്യത്തിന് വഴിമാറി. അവൾ ധൈര്യം സംഭരിച്ച് ഒറ്റ കുതിപ്പിനെ ബെഞ്ചിൽ നിന്നും എഴുന്നേറ്റ് നിന്നു. എന്നിട്ട് സീനിയേഴ്സ് നിൽക്കുന്ന ആ ഭാഗത്തേക്ക് ഉറച്ച ചുവടുകളോടെ നടന്നു ചെന്നു. അവരുടെ അടുത്തെത്തിയതും പാർവതി ഒരു മടിയും കൂടാതെ ചോദിച്ചു തുടങ്ങി, ചേട്ടന്മാർക്കും ചേച്ചിമാർക്കും ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കണ്ട് രസിക്കാൻ തോന്നുന്നുണ്ടോ? ഒരു പുതിയ കുട്ടി പേടിച്ചു നിൽക്കുമ്പോൾ ഇങ്ങനെ ദ്രോഹിക്കുന്നത് എന്തു മോശമാണ്. പാർവതിയുടെ ശബ്ദം ചെറുതായി വിറക്കുന്നുണ്ടെങ്കിലും അതിൽ ഉറച്ച ഒരു എതിർപ്പുണ്ടായിരുന്നു. പാർവതിയുടെ ആ പെട്ടെന്നുള്ള ചോദ്യം കേട്ട് ആ ക്ലാസ് മുറിയിലെ അന്തരീക്ഷം ഒന്നുകൂടി മുറുകി. സീനിയേഴ്സ് എല്ലാവരും നെട്ടലോടെയും ദേഷ്യത്തോടെയും പാറുവിനെ നോക്കി. അവരുടെ കൂട്ടത്തിൽ മേശപ്പുറത്തിരുന്ന ആൺകുട്ടി പെട്ടെന്ന് ചാടിയിറങ്ങി പാറുവിൻ്റെ മുന്നിലേക്ക് വന്നു. ഹേയ്, ഫസ്റ്റ് ഇയർ ആണെന്നുള്ള അഹങ്കാരം മുത്താണോ നീ ഞങ്ങളോട് കയർത്തു സംസാരിക്കുന്നത്? ഇവിടെ ആര് നിൽക്കണം, എങ്ങനെ നിൽക്കണം എന്ന് തീരുമാനിക്കുന്നത് ഞങ്ങളാണ്. നീ ആരാടി ഞങ്ങളെ ചോദ്യം ചെയ്യാൻ? വലിയ വക്കീലാകാൻ നോക്കുവാണോ നീ? ആ സീനിയർ കുട്ടി പല്ല് കടിച്ച് പാറുവിന് നേരെ വിരൽ ചൂണ്ടി ആക്രോശിച്ചു. ഞാൻ വക്കീലൊന്നുമല്ല, പക്ഷേ തെറ്റ് കാണുമ്പോൾ മിണ്ടാതിരിക്കാൻ എനിക്ക് പറ്റില്ല. അവർക്ക് എത്രത്തോളം സങ്കടമാകുന്നുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ? റാഗിങ്ങിൻ്റെ പേരിൽ ഇങ്ങനെ മനുഷ്യത്വമില്ലാതെ പെരുമാറുന്നത് ശരിയല്ല. പാറുവിൻ്റെ ആ മറുപടി കേട്ട് സീനിയേഴ്സിൻ്റെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു. അതിലൊരു പെൺകുട്ടി പാറുവിൻ്റെ അടുത്തേക്ക് വന്ന് ഭീഷണിപ്പെടുത്തുന്ന സ്വരത്തിൽ പറഞ്ഞു, അടിപൊളി, പുതുതായി വന്നതേയുള്ളൂ, അതിനുള്ളിൽ വലിയ ഹീറോയിസം കാണിക്കാൻ ഇറങ്ങിയിരിക്കുകയാണ്. ഇവളെ കൂടി ഒപ്പം ചേർത്ത് ഞങ്ങൾ ശരിയാക്കി തരാം. നിന്റെ ധൈര്യമൊക്കെ എവിടെ പോകുമെന്ന് നമുക്ക് കാണാം. ഇത് കേട്ട് പാറു വേഗം ഗൗരിയുടെ അടുത്തേക്ക് ചെന്ന് അവളുടെ വിറക്കുന്ന കൈകളിൽ കോർത്തു പിടിച്ചു. തൻ്റെ കൂട്ടുകാരിയെ ആ അവസ്ഥയിൽ ഒറ്റയ്ക്ക് വിടാൻ അവൾ തയ്യാറല്ലായിരുന്നു. അത് കണ്ടതും സീനിയർ ആകാശ് തൊട്ടടുത്ത നിമിഷം കടുത്ത ദേഷ്യത്തോടെ പാറുവിന് നേരെ തിരിഞ്ഞു. ആ സംഘത്തിൻ്റെ ലീഡറായ രാഹുലും അവനൊപ്പം മുൻനിരയിലുണ്ടായിരുന്ന ആകാശും രൂക്ഷമായ ഭാവത്തിലാണ് പാറുവിനെ നോക്കിയത്. ഒപ്പം ആ കൂട്ടത്തിലുണ്ടായിരുന്ന നിഷ എന്ന സീനിയർ പെൺകുട്ടി പുച്ഛത്തോടെ മുന്നോട്ട് വന്നു. ഏയ് കൊച്ചെ, നീ വലിയവളായല്ലോടി, ഞങ്ങളുടെ മുന്നിൽ വന്ന് നീതി നടപ്പാക്കാൻ ഇറങ്ങിയോ? പരിഹാസത്തോടെ പല്ല് കടിച്ചുകൊണ്ട് ചോദിച്ചു. പറഞ്ഞതു മാത്രമല്ല, ആകാശ് പെട്ടെന്ന് മുന്നോട്ട് ചാടി പാറുവിൻ്റെ കൈകളിൽ കയറി പിടിച്ച് അവളെ ബലമായി തള്ളി പിന്നിലേക്ക് മാറ്റി. സീനിയേഴ്സിൻ്റെ ആ ഭീഷണിയും ദേഷ്യത്തോടെയുള്ള ഭാവവും കണ്ട് ചുറ്റും നിന്നിരുന്ന മറ്റു ഫസ്റ്റ് ഇയർ കുട്ടികളെല്ലാം പേടിച്ചുകൊണ്ട് തല താഴ്ത്തി നിന്നു. കൂടുതൽ ഡയലോഗ് അടിക്കാൻ നിൽക്കാതെ അങ്ങോട്ട് മാറി നിന്നോണം. പറഞ്ഞേക്കാം, ഈ സുന്ദരി പെണ്ണിനാണോ നീ വന്ന് വക്കാലത്ത് പറയുന്നത്? ഗൗരിയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് രാഹുൽ പുച്ഛത്തോടെ പറഞ്ഞു. ആകാശും നിശയും അവർ രണ്ടുപേരും ചേർന്ന് പാർവതിയെ ബലമായി പിടിച്ചു മാറ്റി തൊട്ടടുത്ത ബെഞ്ചിലേക്ക് പിടിച്ചു തള്ളിയിരുത്തി. ഒറ്റയ്ക്ക് നിന്ന് അവരെ എതിർക്കാൻ കഴിയാത്ത വിധം ഭയപ്പെടുത്തി അമർത്തിക്കൊണ്ട് രാഹുൽ കണ്ണിറുക്കി പറഞ്ഞു, നീ അവിടെ മിണ്ടാതിരുന്നോണം, അല്ലേ നിന്റെയും കൂടി കാര്യം ഞങ്ങൾ തീർക്കും. പാറുവിന് അനങ്ങാൻ പോലും കഴിയാത്ത വിധം ചുറ്റും സീനിയർ കുട്ടികൾ വളഞ്ഞു നിന്നു. ബെഞ്ചിലിരുന്ന് കരച്ചിലടക്കാൻ പാടുപെടുന്ന പാറുവിനെ നോക്കി രാഹുൽ വീണ്ടും ഗൗരിയുടെ നേരെ തിരിഞ്ഞു. അവൻ്റെ മുഖത്ത് ക്രൂരമായൊരു പുഞ്ചിരി വിരിഞ്ഞു. പിന്നെ ഈ സുന്ദരി പെണ്ണ്, ഇവളെ കാര്യം ഞങ്ങൾ നോക്കിക്കോളാം. ഇവൾക്ക് സംസാരിക്കാൻ നാക്കില്ലേടി? അതോ കൂട്ടുകാരിയുടെ ധൈര്യത്തിൽ ഒളിച്ചിരിക്കുകയാണോ? പറയടി, എന്താ നിന്റെ പേര്? നിന്റെ ഈ അഹങ്കാരം ഇന്ന് ഞങ്ങൾ തീർത്തു തരാം. രാഹുൽ ഗൗരിയുടെ അടുത്തേക്ക് പടിപടിയായി നടന്നെടുത്തു. പാർവതിയെ കൂടി ഉപദ്രവിക്കുമെന്നായപ്പോൾ ഗൗരിയുടെ ഉള്ളിലെ ഭയം വീണ്ടും ഇരട്ടിച്ചു. എങ്കിലും തന്നെ രക്ഷിക്കാൻ വേണ്ടി തനിച്ച് എതിർക്കാൻ നോക്കിയ ആ കൊച്ചുകുട്ടിയുടെ അവസ്ഥ കണ്ട് അവൾക്ക് മനസ്സു നൊന്തു. രാഹുൽ അവളുടെ അടുത്തേക്ക് അടുക്കും തോറും ഗൗരിയുടെ നെഞ്ചിടിപ്പ് കൂടി. ഒടുവിൽ രാഹുൽ അവളുടെ തൊട്ടടുത്ത് വന്നു നിന്നു. കൂടുതൽ പുച്ഛത്തോടെയും ദേഷ്യത്തോടെയും വീണ്ടും അവളുടെ മുഖത്തേക്ക് നോക്കി. എന്താടി മിണ്ടാത്തത്? അഹങ്കാരം മുഖത്ത് കണ്ടപ്പോൾ നല്ല വീര്യമുണ്ടായിരുന്നല്ലോ, ഇപ്പോൾ നാക്കില്ലേടി നിനക്ക്? കൂട്ടുകാരിയുടെ പുറകിൽ ഒളിച്ചിരുന്നിട്ട് കാര്യമില്ല. പറഞ്ഞത് കേട്ടില്ലേ? ആ ഫ്രണ്ട് ബെഞ്ചിൽ കയറി നിന്ന് ഉറക്കെ ഒരു പാട്ടുപാടി കേൾപ്പിക്കും ഞങ്ങളെ, അല്ലെങ്കിൽ ഈ ക്ലാസ്സിൽ നീ എങ്ങനെ നിൽക്കുമെന്ന് ഞങ്ങൾ കാണിച്ചു തരാം. രാഹുലിൻ്റെ ഭീഷണി നിറഞ്ഞ ആ വാക്കുകൾ ക്ലാസ് മുറിയിൽ മുഴങ്ങി നിൽക്കെ എന്തു ചെയ്യണമെന്നറിയാതെ അവരുടെ മുന്നിൽ എതിർക്കാൻ പോലും ധൈര്യമില്ലാതെ ഗൗരി മെല്ലെ മെല്ലെ വിറക്കുന്ന കാലുകളോടെ ബെഞ്ചിന് മുകളിലേക്ക് ഓരോ ചുവട് വെക്കാൻ തുടങ്ങി. പെട്ടെന്നാണ് ആശ്വാസമായ ആ സ്കൂൾ കോളേജ് ഇടനാഴിയിൽ ആ ഉച്ചത്തിലുള്ള ബെൽ മുഴങ്ങിയത്. അതോടൊപ്പം തന്നെ BBA ഫസ്റ്റ് ഇയറിൻ്റെ ആദ്യ ക്ലാസ് എടുക്കാനുള്ള പ്രൊഫസർ മേനോൻ ക്ലാസ് മുറിയുടെ വാതിലിലേക്ക് കടന്നു വന്നു. കോളേജിൽ ആകെ അറിയപ്പെടുന്ന അത്രയും കർക്കശക്കാരനായ, എന്നാൽ
അതോടൊപ്പം തന്നെ നീതിമാനായ ഒരു യുവ അധ്യാപകനാണ് അദ്ദേഹം. പ്രായം കുറവാണെങ്കിലും ആ വ്യക്തിത്വത്തിന് വല്ലാത്തൊരു ഗൗരവവും കാര്യക്ഷമതയും ഉണ്ടായിരുന്നു. സാറിൻ്റെ ക്ലാസ്സിൽ ഒരു ചെറിയ കള്ളത്തരമോ അച്ചടക്കമില്ലായ്മയോ കാണിക്കാൻ കോളേജിൽ ആർക്കും ധൈര്യമുണ്ടാകില്ല. മുന്നിലിരിക്കുന്ന വിദ്യാർത്ഥികളുടെ ഉള്ളിലിരിപ്പ് എന്താണെന്ന് ആ നിശിതനായ കണ്ണുകൾക്ക് ഒറ്റ നോട്ടത്തിൽ കണ്ടുപിടിക്കാൻ കഴിയും. ആരോടും പക്ഷാഭേദമില്ലാതെ തെറ്റ് കണ്ടാൽ മുഖം നോക്കാതെ ചോദ്യം ചെയ്യുന്ന, നീതിക്ക് വേണ്ടി എവിടെയും നിൽക്കുന്ന നല്ലൊരു മനുഷ്യൻ കൂടിയാണ് അദ്ദേഹം. എങ്കിലും ആ കട്ടക്കലിപ്പൻ കർക്കശക്കാരനായ സ്വഭാവം കാരണം കോളേജിലെ ഏത് കൊമ്പത്തെ സീനിയർ ആണെങ്കിലും മേനോൻ സാറിൻ്റെ പേര് കേട്ടാൽ ഒന്ന് വിറക്കും. കയ്യിൽ കുറച്ച് ഫയലുകളും ഫിനാൻഷ്യൽ അക്കൗണ്ടൻസിയുടെ കട്ടിയുള്ള ടെക്സ്റ്റ് ബുക്കുമായി സാർ ഗൗരവത്തിൽ നടന്നു വരുന്നത് കണ്ടതും രാഹുലും സംഘവും പെട്ടെന്ന് ഞെട്ടിനിന്നു. ഒരു നിമിഷം മുമ്പ് പുതിയ കുട്ടികളുടെ മേൽ അഹങ്കാരത്തോടെ സംസാരിച്ചിരുന്ന ആ സീനിയേഴ്സ് എല്ലാം സാറിനെ കണ്ട ആ പെട്ടെന്നുള്ള ഞെട്ടലിൽ പാവം നല്ല കുട്ടികളെ പോലെ മുഖത്തെ ഭാവം മാറ്റി ഒതുങ്ങി നിന്നു. സാറിൻ്റെ മുന്നിൽ വെച്ച് റാഗിംഗ് പിടിക്കപ്പെട്ടാൽ പിന്നെ തൻ്റെ കോളേജ് ജീവിതം അവസാനിക്കുമെന്ന് അറിയാവുന്നത് കൊണ്ട് രാഹുലിൻ്റെയും കൂട്ടുകാരുടെയും മുഖത്ത് ഭയം വിയർപ്പായി പടർന്നു. ക്ലാസ്സിലേക്ക് കയറി വന്ന പ്രൊഫസർ മേനോൻ തൻ്റെ കനത്ത കണ്ണടക്ക് മുകളിലൂടെ ഫ്രണ്ട് ബെഞ്ചിന് മുന്നിൽ പേടിച്ചുകൊണ്ട് വിറച്ചു നിൽക്കുന്ന ഗൗരിയെയും ചുറ്റും നിൽക്കുന്ന രാഹുലിനെയും സംഘത്തെയും സൂക്ഷിച്ചു നോക്കി. ആ ഒറ്റ നോട്ടത്തിൽ തന്നെ അവിടെ എന്താണ് നടന്നതെന്ന് ആ കണ്ണുകൾക്ക് വ്യക്തമായി മനസ്സിലായിരുന്നു. എങ്കിലും നല്ല സൗഹൃദപരമായ രീതിയിൽ കാര്യങ്ങൾ ചോദിച്ചറിയാൻ അദ്ദേഹം തീരുമാനിച്ചു. മേനോൻ സാർ ഗൗരിയുടെ അടുത്തേക്ക് പതുക്കെ നടന്നു ചെന്നു. ആ കുട്ടിയുടെ മുഖത്തെ വിളർച്ചയും നിറഞ്ഞ കണ്ണുകളും കണ്ട് സാറിൻ്റെ മുഖത്തെ ഗൗരവം ഒന്നുകൂടി മുറുകി. അദ്ദേഹം വളരെ സൗമ്യമായ എന്നാൽ ഉറച്ച ശബ്ദത്തിൽ ഗൗരിയോട് ചോദിച്ചു, മോള് പേടിക്കണ്ട, എന്താ ഇവിടെ പ്രശ്നം? ഇവർ ആരെങ്കിലും നിന്നെ ഉപദ്രവിക്കാൻ നോക്കിയതാണോ? മടി കൂടാതെ തുറന്നു പറഞ്ഞോളൂ. സാറിൻ്റെ ആ സ്നേഹത്തോടെയുള്ള ചോദ്യം കേട്ടപ്പോൾ ഗൗരിക്ക് ചെറിയൊരു ആശ്വാസം തോന്നിയെങ്കിലും പേടി കാരണം അവൾക്ക് പെട്ടെന്ന് ഉത്തരം പറയാൻ കഴിഞ്ഞില്ല. അവൾ വിറക്കുന്ന ചുണ്ടുകളോടെ താഴേക്ക് നോക്കി നിന്നു. തങ്ങൾ കുടുങ്ങിയെന്ന് മനസ്സിലായതോടെ രാഹുലിൻ്റെയും കൂട്ടുകാരുടെയും മുഖത്തെ വിയർപ്പ് ഒഴുകാൻ തുടങ്ങി. സാർ ഗൗരിയോട് ചോദിക്കുന്നത് കണ്ട് ഭയം കൊണ്ട് വിറച്ച രാഹുൽ പെട്ടെന്ന് തൻ്റെ മുഖത്തെ ഭാവം മാറ്റി ഒരു കൂട്ടം പാവം നല്ല കുട്ടികളെ പോലെ കള്ളച്ചിരിയോടെയും വിനയത്തോടെയും സാറിന് മുന്നിലേക്ക് ചാടി വീണു. അയ്യോ സാറേ, സാർ എന്തൊക്കെയായി ചോദിക്കുന്നേ? ഞങ്ങൾ ആരെങ്കിലും ഉപദ്രവിക്കുമോ? ഇല്ല സാറേ, സത്യം, രാഹുൽ പെട്ടെന്ന് തൊഴുകൈകളോടെ പറഞ്ഞു തുടങ്ങി. ഒപ്പം നിഷയും മറ്റു കൂട്ടുകാരും സാറിനെ അനുനയിപ്പിക്കാനായി തലയാട്ടി നിന്നു. രാഹുൽ തൻ്റെ കള്ളത്തരങ്ങൾ മറച്ചുവെക്കാൻ വലിയ ന്യായീകരണങ്ങളുമായി കളം പിടിച്ചു. സത്യം പറഞ്ഞാൽ സാർ, ഞങ്ങൾ ഫസ്റ്റ് ഇയേഴ്സിനെ റാഗ് ചെയ്യാൻ വന്നതൊന്നുമല്ല. ഞങ്ങളുടെ ജൂനിയേഴ്സ് അല്ലേ ഇവർ. അതുകൊണ്ട് കോളേജിലൊക്കെ പുതുതായി വന്ന ഫസ്റ്റ് ഡേ ആകുമ്പോൾ കുട്ടികൾക്ക് വല്ലാത്ത പേടിയും ആശയക്കുഴപ്പവും ഒക്കെ ഉണ്ടാകില്ലേ? അത്രയും വലിയ ക്യാമ്പസിൽ അവർ ഒറ്റപ്പെട്ടു പോകരുതെന്ന് കരുതി ഞങ്ങൾ സീനിയേഴ്സ് എന്ന നിലയിൽ അവരെ ഒന്ന് പരിചയപ്പെടാൻ വന്നതാ സാർ. വേറെ ഒരു ഉദ്ദേശവുമില്ല. രാഹുൽ അവിടെയും നിർത്തിയില്ല. തങ്ങൾ എത്രമാത്രം നല്ലവരാണെന്ന് സാറിനെ വിശ്വസിപ്പിക്കാൻ അവൻ കൂടുതൽ നാടകം കളിച്ചു. ഞങ്ങൾ വിചാരിച്ചു ഡിപ്പാർട്ട്മെൻറ്റിലെ കാര്യങ്ങളും ക്ലാസ്സുകളും ഒക്കെ എന്താണെന്ന് പറഞ്ഞു കൊടുക്കാമെന്നും ഞങ്ങളുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഹെൽപ്പ് ആവശ്യമുണ്ടോ എന്ന് ചോദിക്കാമെന്നും കരുതിയാ ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നത്. അല്ലാതെ സാർ ഈ കാണുന്നത് പോലെയല്ല കാര്യങ്ങൾ. പാവം ഈ കുട്ടി ഞങ്ങളുടെ സംസാരം കണ്ട് വെറുതെ തെറ്റിദ്ധരിച്ചതാ സാറേ. അല്ല മോളെ, ഞങ്ങൾ വെറുതെ വിശേഷങ്ങൾ തിരക്കാൻ വന്നതല്ലേ ഉള്ളൂ. രാഹുൽ പച്ചക്കള്ളം പറയുന്നത് കേട്ട് ക്ലാസ്സിലിരുന്ന പാർവതി അടക്കമുള്ള കുട്ടികൾ വടിയായി നിന്നു. കൺമുൻപിൽ നിൽക്കുന്നത് മേനോൻ സാറാണെന്ന് അറിഞ്ഞതുകൊണ്ട് മാത്രം രാഹുലും സംഘവും തങ്ങളുടെ ക്രൂരത നല്ലൊരു കാര്യമാക്കി മാറ്റാൻ വലിയ വലിയ വാക്കുകളും നാടകീയതയും പുറത്തെടുക്കുകയായിരുന്നു. രാഹുൽ പറഞ്ഞ ഈ പച്ചക്കള്ളവും അവരുടെ മുഖത്തെ നാടകീയമായ ഭാവങ്ങളും കണ്ടപ്പോൾ തന്നെ മേനോൻ സാറിന് കാര്യങ്ങളെല്ലാം പൂർണ്ണമായി മനസ്സിലായി. ഈ കോളേജിൽ വർഷങ്ങളായി പഠിപ്പിക്കുന്ന അദ്ദേഹത്തിന് രാഹുലിനെയും സംഘത്തെയും കുറിച്ച് നല്ലതുപോലെ അറിയാം. അവർ എന്തിനാണ് ഫസ്റ്റ് ഇയർ ക്ലാസ്സിലേക്ക് വന്നതെന്നും അവിടെ എന്ത് റാങ്കിങ് ആണ് നടക്കുന്നതെന്നും ആ കണ്ണുകൾക്ക് വ്യക്തമായി അറിയാമായിരുന്നു. എങ്കിലും തൽക്കാലം അവരെ അവിടെ വെച്ച് പരസ്യമായി ചോദ്യം ചെയ്ത് സമയം കളയാൻ സാർ തുനിഞ്ഞില്ല. പകരം അവരുടെ കള്ളത്തരങ്ങളെ വളരെ ശാന്തമായി എന്നാൽ ഉള്ളിൽ കത്തുന്ന ദേഷ്യത്തോടെ നേരിടാൻ അദ്ദേഹം തീരുമാനിച്ചു. സാർ തൻ്റെ കണ്ണട ഒന്ന് മാറ്റി പിടിച്ചുകൊണ്ട് രാഹുലിനെയും കൂട്ടുകാരെയും അടിമുടി ഒന്ന് നോക്കി. എന്നിട്ട് വളരെ കൂളായി ചോദിച്ചു, ഓഹോ,
അപ്പോൾ നിങ്ങൾ ഇത്രയും വലിയ നല്ല കുട്ടികളായിരുന്നോ? ഫസ്റ്റ് ഇയേഴ്സിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റും കാര്യങ്ങളുമൊക്കെ പരിചയപ്പെടുത്തി കൊടുക്കാനും വല്ല ഹെൽപ്പും വേണമെന്നുണ്ടോ എന്ന് അന്വേഷിക്കാനും മാത്രം വലിയ മനസ്സ് പെട്ടെന്ന് നിങ്ങൾക്ക് എവിടുന്നാ ഉണ്ടായത്? രാഹുലെ, സാറിൻ്റെ ആ ചോദ്യത്തിലെ പരിഹാസം കേട്ട് രാഹുലിൻ്റെയും സംഘത്തിൻ്റെയും ഉള്ളൊന്ന് കാളി. എങ്കിലും പുറത്തൊന്നും കാണിക്കാതെ അവർ വിനയത്തോടെ തലയാട്ടി നിന്നു. മേനോൻ സാറിൻ്റെ മുഖത്തെ ഭാവം പെട്ടെന്ന് ഗൗരവത്തിലേക്ക് മാറി. അദ്ദേഹം തൻ്റെ ശബ്ദം ഒന്നുകൂടി കടുപ്പിച്ചുകൊണ്ട് കൽപ്പന പോലെ പറഞ്ഞു, മതിയടാ, നിങ്ങളുടെ ഈ അഭിനയവും വലിയ ഡയലോഗുകളുമൊക്കെ ഞാൻ കണ്ടും കേട്ടും മടുത്തതാ. ഇനി എൻ്റെ മുന്നിൽ വന്ന് ഈ നാടകം ഒന്നും കളിക്കാൻ നോക്കണ്ട. നിങ്ങളുടെ ഉള്ളിലിരിപ്പ് എന്താണെന്ന് എനിക്ക് കൃത്യമായി അറിയാം. തൽക്കാലം ഞാൻ കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് കടക്കുന്നില്ല. പെട്ടെന്ന് ഇവിടുന്ന് പോയി നിങ്ങളുടെ ക്ലാസ്സിൽ കയറിയിരുന്നോളൂ. സാറിൻ്റെ ആ വാക്കുകൾ കേട്ടതും രാഹുലും കൂട്ടുകാരും കിട്ടിയ വലിയൊരു അവസരമായി കണ്ട് പെട്ടെന്ന് അവിടെ നിന്ന് രക്ഷപ്പെടാൻ നോക്കി. ശരി സർ, ഞങ്ങൾ പെട്ടെന്ന് പോയിക്കോളാം സർ എന്ന് പതറിയ ശബ്ദത്തിൽ പറഞ്ഞുകൊണ്ട് അവർ തിരിഞ്ഞു നടക്കാൻ തുടങ്ങി. പക്ഷേ ക്ലാസ്സിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുന്ന ആ തക്കത്തിന് മേനോൻ സാർ ഒന്ന് തിരിഞ്ഞു നിന്ന് ബുക്കുകൾ മേശപ്പുറത്ത് വെക്കുന്ന ആ ചെറിയ നിമിഷം നോക്കി രാഹുൽ പെട്ടെന്ന് കണ്ണുരുട്ടി ഗൗരിക്ക് നേരെ തിരിഞ്ഞു. സാർ കാണാത്ത രീതിയിൽ കൈമുഷ്ടി ചുരുട്ടി പിടിച്ചും പല്ല് കടിച്ചും അവൻ ഗൗരിയെ നോക്കി ഭയപ്പെടുത്തി. ഇന്ന് രക്ഷപ്പെട്ടു, പുറത്തിറങ്ങിക്കോളാം, നിന്റെ കാര്യം ഞാൻ തീർത്തു തരാം എന്നർത്ഥത്തിൽ ഒരു കണ്ണിറുക്കലോടെയാണ് രാഹുൽ ഗൗരിയെ പേടിപ്പിച്ചത്. അവനൊപ്പം നിഷയും മറ്റു കൂട്ടുകാരും ആ ക്ലാസ് മുറി വിട്ട് പുറത്തേക്ക് ഇറങ്ങിപ്പോയി. അവർ പോയെങ്കിലും ആ ഭയപ്പെടുത്തുന്ന നോട്ടം ഗൗരിയുടെ നെഞ്ചിൽ വീണ്ടും ഒരു വിറയലുണ്ടാക്കിയിരുന്നു. മേനോൻ സാർ ഗൗരിയുടെ അടുത്തേക്ക് പതുക്കെ നടന്നു ചെന്നു. ആ കുട്ടിയുടെ മുഖത്തെ വിളർച്ചയും അല്പമുണ്ടായ സംഭവങ്ങളും ഞെട്ടലും ആ യുവ അധ്യാപകന്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. സാർ വളരെ സ്നേഹത്തോടെയും കരുതലോടും കൂടി ഗൗരിയുടെ അരികിൽ എത്തിയിട്ട് പതുക്കെ പറഞ്ഞു, മോൾ പേടിക്കണ്ട, ഇനി ആരും നിന്നെ ഒന്നും ചെയ്യാൻ വരില്ല. ആ ബെഞ്ചിൽ പോയിരുന്നോളൂ. സാറിൻ്റെ ആ സ്നേഹത്തലോടലിൽ ഗൗരിയുടെ മനസ്സിലെ ഭാരമെല്ലാം പതുക്കെ അലിഞ്ഞുപോയി. അവൾ സാറിനെ നോക്കി ഒന്ന് തലയാട്ടി തൻ്റെ ബാഗും പിടിച്ചുകൊണ്ട് ഒടുവിലത്തെ ബെഞ്ചിൽ കാത്തിരിക്കുന്ന പാർവതിയുടെ അരികിലേക്ക് നടന്നു ചെന്നു. പാറു അവളെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിച്ചു. തുടർന്ന് കോളേജിലെ ഫസ്റ്റ് ഇയർ ക്ലാസ്സിൽ ആ ആദ്യ ദിവസത്തിൻ്റെ ആവേശവും പുതിയ തുടക്കത്തിൻ്റെ സന്തോഷവും നിറഞ്ഞ അന്തരീക്ഷത്തിലേക്ക് മേനോൻ സാർ കടന്നു. കോളേജിലെ ആദ്യത്തെ ക്ലാസ് എങ്ങനെയുണ്ടാകുമെന്നതിൻ്റെ നേർക്കാഴ്ചയായിരുന്നു ആ നിമിഷം. പുതിയ ഡ്രസ്സുകളും പുതിയ ബാഗുകളുമായി വന്ന കുട്ടികളുടെ മുഖത്ത് ആകാംക്ഷയും ഭയവും ഒപ്പം വലിയൊരു ചിരിയും ഒക്കെ മിന്നിമറയുന്നുണ്ടായിരുന്നു. മേനോൻ സാർ ബോർഡിന് മുന്നിലേക്ക് വന്നു നിന്നുകൊണ്ട് ക്ലാസ്സിലെ എല്ലാ കുട്ടികളെയും സ്നേഹത്തോടെ ഒന്നുകൂടി നോക്കി. എന്നിട്ട് ക്ലാസ്സിലുള്ള ഓരോ കുട്ടിയുടെയും പേരുകൾ ചോദിച്ചറിയാനും പരസ്പരം പരിചയപ്പെടുത്താനുമുള്ള ചെറിയൊരു സെഷൻ അവിടെ തുടങ്ങി. എല്ലാവർക്കും സ്വാഗതം. കോളേജിലെ ആദ്യത്തെ ദിവസം എന്ന് പറയുമ്പോൾ എല്ലാവരുടെയും ഉള്ളിൽ വലിയ പേടിയും ടെൻഷനും ഒക്കെ ഉണ്ടാകുമെന്ന് സ്വാഭാവികമാണ്. സ്കൂൾ കാലഘട്ടത്തിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ ഒരു ലോകത്തേക്കാണ് നിങ്ങളിപ്പോൾ കാലെടുത്ത് വെച്ചിരിക്കുന്നത്. ഇവിടെ ആരും നിങ്ങളെ പേടിപ്പിക്കില്ല. നിങ്ങളുടെ കരിയർ വാർത്തെടുക്കാനുള്ള വഴികളാണ് ഇവിടെ തുറക്കപ്പെടുന്നത്. അതുകൊണ്ട് ആരും ഒരു കാര്യത്തിലും ടെൻഷൻ എടുക്കേണ്ടതില്ല. സാർ വളരെ പ്രോത്സാഹജനകമായ ശബ്ദത്തിൽ പറഞ്ഞു. ഓരോ കുട്ടികളായി എഴുന്നേറ്റ് നിന്ന് തങ്ങളുടെ പേരും നാടും വിശേഷങ്ങളും ക്ലാസ്സിൽ പങ്കുവച്ചു. പാർവതി എഴുന്നേറ്റ് നിന്ന് തൻ്റെ പേര് പറഞ്ഞപ്പോൾ ഗൗരി അവളെ നോക്കി സ്നേഹത്തോടെ പുഞ്ചിരിച്ചു. അടുത്തതായി ഗൗരിയുടെ ഊഴം വന്നപ്പോൾ അവൾ ചെറിയൊരു വിറയലോടെയാണ് എഴുന്നേറ്റ് നിന്നതെങ്കിലും സാറിൻ്റെയും പാർവതിയുടെയും ആത്മവിശ്വാസം നൽകിയ പിന്തുണയിൽ അവൾ തൻ്റെ പേര് വ്യക്തമായി പറഞ്ഞു. എങ്കിലും ആ ക്ലാസ് പുരോഗമിക്കുമ്പോഴും ഗൗരിയുടെ മനസ്സ് പൂർണ്ണമായും ശാന്തമായിരുന്നില്ല. അല്പം മുമ്പ് രാഹുൽ നൽകിയ ആ ഭയപ്പെടുത്തുന്ന നോട്ടവും സംസാരവുമൊക്കെ മാറി മാറി അവളുടെ മനസ്സിലേക്ക് ഇരച്ചു കയറിക്കൊണ്ടിരുന്നു. തനിക്ക് ചുറ്റും പുതിയ കൂട്ടുകാരും നല്ലൊരു അധ്യാപകനും ഉണ്ടെങ്കിലും വരാനിരിക്കുന്ന ദിവസങ്ങളിൽ തനിക്ക് എന്തൊക്കെ നേരിടേണ്ടി വരുമെന്ന അസ്വസ്ഥതയും ഭയവും അവളുടെ നെഞ്ചിൽ ഒരു ചെറിയ വിറയലായി അവശേഷിക്കുന്നുണ്ടായിരുന്നു. ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് തന്നെ ഉച്ചയോടെ കോളേജിലെ ആദ്യത്തെ ദിവസത്തെ ക്ലാസ്സുകൾ അവസാനിച്ചു. കോളേജ് ഗേറ്റിന് പുറത്തേക്ക് പോകാനുള്ള ബെൽ മുഴങ്ങിയതും ആ ക്ലാസ് മുറിയിൽ ചെറിയൊരു ആവേശവും ബഹളവും ഉയർന്നു. കുട്ടികളെല്ലാം പുസ്തകങ്ങളും ബാഗുമെടുത്ത് പുറത്തേക്ക് നടക്കാൻ തുടങ്ങി. ഗൗരിയും പാർവതിയും തങ്ങളുടെ ബാഗുകൾ തോളിലിട്ട് ഒന്നിച്ച് ആ ക്ലാസ് മുറിയുടെ പടിയിറങ്ങി പുറത്തേക്ക് വന്നു. കോളേജ് ഗേറ്റ് ലക്ഷ്യമാക്കി ഗൗരിയും പാറുവും നടന്നുകൊണ്ടിരുന്നു. ആ തിരക്കിനിടയിലൂടെ മുന്നോട്ട് നടക്കുമ്പോൾ
പാറു പെട്ടെന്നൊന്ന് നിന്നു. എന്നിട്ട് ചുറ്റും നോക്കിക്കൊണ്ട് ഗൗരിയുടെ കൈകളിൽ കയറി പിടിച്ചു. ഗൗരി, അതാ അവിടെ നിൽക്കുന്നത് എൻ്റെ അച്ഛനാ. എന്നെ വിളിക്കാൻ വന്നതാ. പാർവതി സന്തോഷത്തോടെ മുന്നിലേക്ക് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു. അവിടെ ഒരു മരച്ചുവട്ടിൽ സ്നേഹത്തോടെ തന്നെ നോക്കി നിൽക്കുന്ന ഒരു ഇടത്തരം പ്രായത്തിലുള്ള മനുഷ്യനെ ഗൗരി കണ്ടു. പാറുവിൻ്റെ അച്ഛൻ അവളെ കണ്ടതും കൈവീശി അടുത്തേക്ക് വിളിച്ചു. പാർവതി ഗൗരിയെയും കൂട്ടി അച്ഛൻ്റെ അടുത്തേക്ക് ചെന്നു. പാറുവിൻ്റെ അച്ഛൻ സ്നേഹത്തോടെ ഗൗരിയെ നോക്കി ചിരിച്ചു. അപ്പോഴേക്കും പാറു തൻ്റെ അച്ഛനോട് ഗൗരിയെ പരിചയപ്പെടുത്തി. അച്ഛാ, ഇതാണ് ഗൗരി. ഇന്ന് കോളേജിൽ വെച്ച് പരിചയപ്പെട്ട എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്. ആഹാ, നല്ല കുട്ടിയാണല്ലോ. കോളേജിലെ ഫസ്റ്റ് ഡേ ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു മോളെ? പാറുവിൻ്റെ അച്ഛൻ വളരെ വാത്സല്യത്തോടെ ഗൗരിയോട് ചോദിച്ചു. വളരെ നല്ലതായിരുന്നു അങ്കിൾ. ഗൗരി ചെറിയൊരു പുഞ്ചിരിയോടെ മറുപടി പറഞ്ഞു. എങ്കിലും അവളുടെ മനസ്സിൽ രാഹുൽ തന്ന ആ ഭയപ്പെടുത്തുന്ന നോട്ടത്തിൻ്റെ നിഴൽ മാറിയിട്ടുണ്ടായിരുന്നില്ല. പാറുവിൻ്റെ അച്ഛൻ തൻ്റെ കാർ കിടക്കുന്ന ഭാഗത്തേക്ക് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഗൗരിയോട് ചോദിച്ചു. മോളുടെ വീട് എവിടെയാ? എങ്ങനെയാ പോകുന്നത്? നിന്നെ ഞങ്ങളുടെ കാറിൽ കൂടെ കൊണ്ടുവിടണോ? പാറുവും അവളുടെ അച്ഛൻ്റെ കൂടെ വിളിച്ചു. വായു ഗൗരി, പോകും വഴി നിന്നെ അവിടെ ആക്കാം. പാറുവിൻ്റെയും അച്ഛൻ്റെയും ആ സ്നേഹം കണ്ടപ്പോൾ ഗൗരിയുടെ കണ്ണ് ചെറുതായി ഒന്ന് നനഞ്ഞു. ഇത്രയും പെട്ടെന്ന് തനിക്ക് ഇത്രയും നല്ലൊരു സൗഹൃദം ലഭിച്ചല്ലോ എന്നോർത്തപ്പോൾ അവളുടെ മനസ്സിലെ ഭാരമെല്ലാം പകുതിയായി കുറഞ്ഞു. സന്തോഷം നിറഞ്ഞു നിന്നു. വേണ്ടെങ്കിൽ ഇവിടെ അടുത്താ, ഞാൻ പോയിക്കോളാം. ഗൗരി വളരെ പതുക്കെ സ്നേഹത്തോടെ അവരോട് പറഞ്ഞു. ഓ ശരി മോളെ, എങ്കിൽ പിന്നെ ഞങ്ങൾ പോട്ടെ. എനിക്ക് കടയിൽ പോകണം. എന്നാൽ പിന്നെ നാളെ കാണാമല്ലേ ഗൗരി? രാവിലെ ഗേറ്റിൽ വെച്ച് നമുക്ക് ഒന്നിച്ച് കാണാം. വൈകരുതേ. പാറുവും ഗൗരിയോട് യാത്ര പറഞ്ഞു. തീർച്ചയായും പാറു, നാളെ കാണാം. ഗൗരി പുഞ്ചിരിയോടെ തലയാട്ടി. പാർവതി അവളുടെ അച്ഛൻ്റെ കൂടെ കാറിലേക്ക് കയറി പോകുന്നത് നോക്കി ഗൗരി കുറച്ചു നേരം അവിടെ നിന്നു. ആ ചെറിയ സൗഹൃദം തനിക്ക് തന്ന ആത്മവിശ്വാസം വലുതായിരുന്നു. എങ്കിലും നാളെ വീണ്ടും കോളേജിലേക്ക് വരുമ്പോൾ ആ സീനിയേഴ്സ് വീണ്ടും ഉപദ്രവിക്കാൻ വരുമോ എന്ന ചെറിയൊരു ഭയം അവളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ബാക്കിയുണ്ടായിരുന്നു. ആ ചിന്തകളോടെ കോളേജ് ഗേറ്റിന് അല്പം മാറി അവൾ നിൽക്കുമ്പോഴാണ് കുറച്ചു ദൂരെയായി രാഹുലിനെയും അവൻ്റെ ഗ്യാങ്ങിനെയും അവൾ പെട്ടെന്ന് കണ്ടത്. അവർ വേറെ ഏതോ തിരക്കിലായിരുന്നെങ്കിലും ആ കൂട്ടത്തിൽ രാഹുലിൻ്റെ കണ്ണുകൾ ഒന്ന് തിരിഞ്ഞ് തൻ്റെ നേരെ വരുന്നത് കണ്ടതും ഗൗരിയുടെ നെഞ്ചിടിപ്പ് നിലച്ചു പോകുന്നത് പോലെ തോന്നി. ഒപ്പം നിൽക്കാൻ പാർവതിയും കൂടെയില്ല. ആ ഒറ്റപ്പെടലും ഭയവും അവളെ പെട്ടെന്ന് വല്ലാതെ തളർത്തിക്കളഞ്ഞു. പേടി കാരണം കാൽ വിറച്ച് എന്ത് ചെയ്യണമെന്നറിയാതെ അവൾ പകച്ചു നിന്നു. ആ സമയത്താണ് ആശ്വാസമായി കാർത്തികിൻ്റെ കാർ വന്ന് അവളുടെ അരികിൽ നിർത്തിയത്. കാറിൻ്റെ ഡോർ തുറന്ന് കാർത്തിക് പുഞ്ചിരിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി വന്നു. കാർത്തിക് എന്തെങ്കിലും ചോദിക്കും മുമ്പ് ഉള്ളിൽ കിടന്ന ആദ്യം മുഴുവൻ കരച്ചിലായി പുറത്തേക്ക് വന്ന ഗൗരി മറ്റൊന്നും ആലോചിക്കാതെ ഒറ്റ കുതിപ്പിന് ചെന്ന് കാർത്തികിനെ ഇറുകെ കെട്ടിപ്പിടിച്ചു. അവളുടെ ആ പെട്ടെന്നുള്ള വരവും കെട്ടിപ്പിടുത്തവും കണ്ട് കാർത്തിക് കണ്ണു മിഴിച്ചുപോയി. ഒരു നിമിഷം എന്തു പറ്റിയെന്നറിയാതെ അവൻ സ്തംഭിച്ചു നിന്നു.